ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 24-25 തിരുവചനങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കും. നാം വിശ്വസിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് നാം ക്ഷമിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. എൻ്റെ മോൾക്ക് 2 വയസ്സുള്ളപ്പോൾ പനിയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. പനിയെല്ലാം മാറി ഡിസ്ചാർജ് ചെയ്തപ്പോൾ നേഴ്സ് പറഞ്ഞു ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ടെന്ന്. അങ്ങനെ ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ബോധം കെട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അവിടെ കിടന്ന മോളെ ഡോക്ടർക്ക് രക്ഷിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഡോക്ടർ പ്രകാരം പറഞ്ഞു. ഞാൻ ആ നേഴ്സിനെ കുറ്റപ്പെടുത്തുകയും അവരോട് ദേഷ്യം തോന്നുകയും കരയുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ആ നേഴ്സിനെ കുറ്റപ്പെടുത്താതെ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ആ സഹോദരിയോട് ക്ഷമിക്കുകയും അവരുടെ തെറ്റുകൾ മാപ്പ് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിച്ച് എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കണമേ എന്ന് ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം എൻ്റെ മോള് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് വന്നു. ഇന്നും ആ മകൾ സൗഖ്യമായിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് വിരോധമാണ്. ആ പാവം നാം ഉപേക്ഷിക്കണം. അതുപോലെ ഇങ്ങനെ ഞാനൊരു സ്വരം കേൾക്കുകയാണ്, ജീവന്റെ സുവിശേഷം ദരിദ്രരെ അറിയിക്കാനാണ്. 139 സങ്കീർത്തനം 13 ഇപ്രകാരം പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ അവിടുന്നാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. നമുക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ അവിടുത്തെ കണ്ണുകൾ നമ്മെ കണ്ടിരുന്നെന്ന്. നാം ഈ ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ ദൈവമാണ് നമ്മെ സൃഷ്ടിക്കുന്നത്. ഓരോ കുഞ്ഞിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു കുഞ്ഞിനെയും ജീവൻ നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും ജീവന്റെ സംരക്ഷകരായി മാറണം. ഓരോ കുഞ്ഞിനെയും വേണ്ടി നാം ഉദരത്തിൽ കൊല ചെയ്യപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഈശോയെ പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരും ജീവന്റെ സംരക്ഷകരായി മാറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.